പാണക്കാട് തറവാട്ടിലെ പൊന്നോമനപുത്രൻ ശ്രീ ബഷീർ അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ അസീസ് ലക്കാറുകളെ, അവിടെ സന്നിധിയിലായിരിക്കുന്ന അബ്ബാസ് ചമ്മൻ, അതുപോലെ നമ്മുടെ പ്രിയ അരളിൻ ഷേഖത്ത് അവിടെ, അതുപോലെ സന്നിധിയിലായിരിക്കുന്ന ഹക്കീം പറകൽ, അബ്ബാസ് വന്ന് തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, OICCയുടെ ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, സദസ്സിൽ സന്നിധിയിലായിരിക്കുന്ന പ്രവാസികളായ സഹോദരന്മാരെ, OICC മെമ്പേഴ്സ്, KMCCയുടെയും ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നിവിടെ UDFൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു OICC പരിപാടി ഇന്ന് ഇഫ്താറോടുകൂടി തുടങ്ങി ഒരു വലിയ ഒരു സംഗമമായി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ ഒരു സ്വീകരണ പരിപാടിയിലാണ് നാം ഇവരും ഇവിടെ ഒരുമിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകിയ വേളയിൽ ഇവിടെ പരിപാടി നേരത്തെ തുടങ്ങിയതുകൊണ്ടും ഇവിടെ എത്താൻ വൈകിയതിന് കാരണം ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടും ഇന്നത്തെ നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ്. ഒരുപാട് സംസ്കാരങ്ങളും പൈതൃകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാജ്യം. ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികളും അവരുടെ മതങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനും നിലകൊള്ളാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ കാണിക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം നമുക്കിന്ന് കുറേ കൂടുതൽ നമ്മുടെ UDF പ്രവർത്തനങ്ങൾ, അതുപോലെ UPA സർക്കാർ, UPA ഉള്ള ഭാഗത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നല്ല പരീക്ഷണത്തിൻ്റെ രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാരുടെ മുന്നിൽ തലകുനിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ തലകുനിക്കുന്ന ഹീനമായ അവസ്ഥയാണ് എന്നുള്ളതാണ്, അവസ്ഥാവിശേഷമാണുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കുടിയേറ്റക്കാരെ കണ്ടു നാടുകടത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പോലും തയ്യാറായില്ല എന്നത് ഖേദകരമാണ് എന്നുള്ളതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ഒരു മഹാദുരന്തമാണ്. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടൽ അവരെ പ്രതിഫലിപ്പിക്കാനുള്ള സൗജന്യമായി നൽകാൻ കേന്ദ്രത്തിനായിട്ടില്ല എന്നുള്ളതാണ്. അവർ മാർച്ച് വരെയുള്ള ടൈം വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു ചിലവഴിക്കാനുള്ള തരത്തിലുള്ള വായ്പയുമായി ആണ് കേരളത്തിലോട് ഉള്ള രാഷ്ട്രീയപരമായ താല്പര്യമില്ലാത്തതിനാണ് അതിന് കാരണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് തന്നെ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ന് കേരളത്തിൽ നമുക്കറിയാം. ലഹരി മാഫിയകൾക്ക് അവരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളതാണ്. പോലീസും അതുപോലെ ഇതിലുൾപ്പെട്ടുകൊണ്ട് തന്നെ സഫൈയുടെ ആളുകളെ കളമശ്ശേരി പോളിടെക്നിക്കിൽ വെച്ച് പിടിച്ച കഞ്ചാവും അതുപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയക്കെതിരെ നമ്മളെന്ന് സമുദായം ഇന്ന് എല്ലാ തരത്തിലുള്ള പാർട്ടികളും ഇന്ന് ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെ ലഹരി വിമുക്തമാക്കി ഉള്ള ഒരു കേരളം കാണാൻ നാം ഏവരും ഉണ്ടാകണം, സന്നദ്ധരാകണം എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രവാസികളായ ഇവിടെ ഇന്ന് വൈകുന്നേരം നോ ഡ്രഗ്സ് എന്ന ഒരു പ്രതിജ്ഞ അവിടെ ആ ഗ്രൗണ്ടിൽ എടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. പ്രവാസികളായ നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ സംരക്ഷണം നൽകുവാൻ ഇന്ന് നമ്മുടെ കേരളത്തിലും അതുപോലെ സമുദായത്തിനുമായ രീതി അതിനെ വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നടത്തുന്ന ഈ ലഹരി വസ്തുതകളെത്തുന്ന സ്രോതസ്സുകൾ കണ്ടെത്തി
കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേരളം തകർന്നു പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ UDF-ഉം അതുപോലെ നമ്മുടെ ഇവിടെ നടത്തുന്ന USCC ഭാരവാഹികളും ഇതിനെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നൽകിയ ഈ UDF-ൻ്റെ നേതൃത്വത്തിലുള്ള OSCC നടത്തുന്ന ഇത്തരം ഈ ഒരു പരിപാടി ഇവിടെ ജിദ്ദയിൽ നടക്കുമ്പോൾ തന്നെ ഇതിന് മുന്നോടി ഇത് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ആവേശമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഒരു പഞ്ചായത്തിലെ നിലമ്പൂരിൽ ഭാഗമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റിയും പോലുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് വളരെ ബഹുമാനപൂർവ്വം ബഹുമാനപ്പെട്ട KPCC ജനറൽ സെക്രട്ടറിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ OICC ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ അസീസ്, ഈ യോഗം ഈ കൂടിച്ചേരൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പാണക്കാട് ബഷീർ അലി തങ്ങൾ, വേദിയിലിരിക്കുന്ന റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ഹക്കീം, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മുൻ ബ്ലോക്ക് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീ നാസർ തെന്നല, ശ്രീ അബ്ബാസ് ചെമ്പൻ, CM, അതുപോലെ തന്നെ യാസിർ പെരുവള്ളൂർ, അഷ്റഫ് അഞ്ചാലൻ, അനിൽകുമാർ, ആസാദ് പൊരൂർ, ഫിറോസ് പൊരൂർ, ഇച്ചു കാളികാവ്, അലവി ഹാജി, KMCCയുടെ നേതാക്കന്മാരായ സുബൈർ വെട്ടോളി, നമ്മുടെ ബഹുമാന്യനായ ഉണ്ണിക്ക, അതേപോലെ തന്നെ ശ്രീ അബുട്ടി അടക്കം നമ്മുടെ വണ്ടൂർ നമ്മുടെ ബേബി അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, പ്രിയരെ, OICCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇവിടെ വളരെ വിശദമായി നേതാക്കന്മാരൊക്കെ ആശംസയിലാണെങ്കിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 2ാം തവണയാണ് ഈ രാത്രി 12:30 മണിക്ക് ഒരു പ്രസംഗമൊക്കെ നടത്തേണ്ടി വന്നിട്ടുള്ളത്. പണ്ട് എനിക്ക് ഓർമ്മയുള്ളത് ഇതേപോലെ ഒരു നോമ്പ് കാലത്ത് KSUക്കാരൊരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മുടെ നിലമ്പൂരടുത്തുള്ള കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഒരു 100 പേരുള്ള നേതൃത്വ ക്യാമ്പാണ് വിവിധ കോളേജുകളിൽ നിന്ന്. ആ ക്യാമ്പിനൊരു വലിയ തമാശയുണ്ടായി. ആ ക്യാമ്പിൽ എത്ര പേര് നോമ്പ് എടുത്തവരുണ്ടെന്ന് കണക്കെടുത്തപ്പോൾ 50 ആൾ നോമ്പെടുത്തു. അപ്പോൾ 50 ആൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, നോമ്പ് തുറക്കാൻ വേണം. പിന്നെ അതേപോലെ അവർക്ക് അത്താഴത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അത്താഴത്തിന് നോക്കിയപ്പോൾ 75 ആൾ, ഉച്ചയ്ക്ക് ചോറിന് നോക്കിയപ്പോഴും 80 ആൾ, നോമ്പ് തുറക്കാൻ നോക്കിയപ്പോൾ 100 ആൾ. അന്ന് മാത്രമാണ് ഞാൻ രാത്രി 12 മണിക്ക് ഒരു പ്രസംഗം ഇതിനു മുൻപ് ഈ നോമ്പ് കാലത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പകലന്തിയോളം ജോലി ചെയ്ത് ഈ രാത്രിയെ ഇനിയും നിങ്ങൾ പകലാക്കുക. അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഈ ആശംസകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ആളെ കിട്ടില്ല. ഒരു നേതാവ് പ്രസംഗിച്ച് കഴിഞ്ഞ് 2ാമത്തെ ഒരു നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും ആളെ കിട്ടില്ല. നിലമ്പൂർ നമ്മൾ മുഖ്യമന്ത്രി സീതാരാമയ്യ കൊണ്ടുവന്നിട്ട് സിദ്ധാരാമയ്യ പ്രസംഗിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് ആളുകൾ പോയി. മുഖ്യ സംഘാടകൻ ആളുകൾ പരമാവധി നമ്മളെ നാട്ടിലൊക്കെ ഒരു പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നത് 1 മണിക്കൂർ കഷ്ടിച്ചാണ്. അതിനപ്പുറം നമ്മളെ ആളുകൾ ഇരിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾ ഈ രാത്രി ഇപ്പം ഞാനിവിടെ ഇവിടുത്തെ സമയം 12:30, ഞാൻ നാട്ടിലെ സമയം നോക്കുമ്പം ഇപ്പം അവിടുത്തെ 3 മണി അല്ലേ, 3 മണിക്കാണ് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ പിന്നെ OICCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഒരു വലിയ വെടിക്കെട്ട് നടത്തിയിട്ട്, ഒരു വലിയ പൂരം നിങ്ങൾ നടത്തിയിട്ട് 10,500-2,000-ഓളം ആളുകൾ സംഘടിപ്പിച്ചൊരു പരിപാടി നടത്തിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ക്ഷീണം നിങ്ങൾക്ക് തീർന്നിട്ടില്ല. ഇത്ര ആളുകളെ നിങ്ങൾ വീണ്ടും വിളിച്ചു കൂട്ടുക എന്നൊക്കെ പറയുന്നത് അതിസാഹസികമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും വളരെ മാതൃകാപരമായ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തുന്ന ഈ OICCയുടെ ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്,
ഇന്ന് ഈ കോൺഗ്രസിൻ്റെ ഓവർസീസ് സംഘടനയാണ് ഇൻഗാസ് ആണെങ്കിൽ അതല്ലെങ്കിൽ OICC ആണെങ്കിലൊക്കെ. ഇന്ന് കോൺഗ്രസിൻ്റെ ഓവർസീസ് സംഘടന, ലോകത്ത് മുഴുവൻ പടർന്നു കിടക്കുന്ന ഓവർസീസ് സംഘടനയിൽ ഒരു ജില്ലാ കമ്മിറ്റിക്ക് യഥാർത്ഥമായി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് ലോകത്ത് ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ജില്ലാ കമ്മിറ്റി, ഇതിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെത്ര ചെറിയതാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് നിങ്ങൾ. അതിൻ്റെ രൂപത്തിൽ തന്നെ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളിൽ എല്ലാ പഞ്ചായത്തിലും വാർഡുകളിൽ നിന്നും അംഗങ്ങൾ ഉള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി. ഇപ്പം KMCCയെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് 2 സ്വർണ്ണ ചിറകുകളുണ്ട്. ഒന്ന് അത് ബൈത്തുൽ റഹ്മയും മറ്റൊന്ന് കൃത്യമായി പറഞ്ഞാൽ CH സെൻറ്ററുമാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. ഈ ബൈത്തുൽ റഹ്മയാണെങ്കിലും CH സെൻറ്റർ ആണെങ്കിലും ഈ സ്വർണ്ണ ചിറക് വെച്ച് അത് ഉയർന്നു പറക്കുക മാത്രമല്ല, സാധാരണക്കാരൻ്റെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് പറക്കാനുള്ള ഊർജം സംഭരിക്കാൻ മുസ്ലിം ലീഗിനെ സഹായിക്കുന്നത് ഈ 2 സ്വർണ്ണ ചിറകുകളെയും കൃത്യമായി അതിന് ഊർജം പകരുന്നത് KMCC ആണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. എത്രയെത്ര പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത്, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഉണ്ട് ആ ചടങ്ങിൽ വെച്ച് ഞാൻ കൃത്യമായിട്ട്, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ BJP കഴിഞ്ഞ 2ാമത്തെ രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി കാരുണ്യ സേവന രംഗത്ത്, ക്ഷേമരംഗത്ത് സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അത് നമ്പർ 1 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെയൊക്കെ ഊർജ്ജ സ്രോതസ് ഇവിടെയാണ്, KMCC ആണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം OICC ഒട്ടും പിന്നിലല്ല, വളരെ സജീവമായി. ഇപ്പം ജിദ്ദയിൽ നിങ്ങൾ ഇന്നലെ നോമ്പ് തുറക്കലിന് 1500 പങ്കെടുത്തുവെങ്കിൽ ഇനിയിപ്പോൾ റീജിയണൽ കമ്മിറ്റിയുടെ നോമ്പ് തുറ വരുന്നു, അതും ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വീണ്ടും പങ്കെടുക്കുന്നു. ഞാൻ റിയാദിൽ അവരിപ്പോൾ ഇന്നലെ ഇതേ സമയത്ത് സംഘടിപ്പിച്ചു. റിയാദിൽ 2500-3000 ആളുകൾ പങ്കെടുത്ത ഒരു റീജിയണൽ കമ്മിറ്റിയുടെ നോമ്പ് തുറയാണ് നടന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ പോലും ഇതുപോലെ സംഘടിപ്പിക്കാനും നടത്തിക്കൊണ്ടുപോകാനും നമുക്ക് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടെ ഓവർസീസ് രംഗത്ത് പ്രവാസികൾ ഇന്ന് സ്വന്തം നാടിനു വേണ്ടി മാത്രമല്ല, ഇന്ന് രാജ്യം അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന, നിങ്ങൾ പെറ്റു വളർന്ന് ജീവിക്കുന്ന നാടനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും ഈ നാടിനെ കരകയറ്റണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മനുഷ്യർ ആരെന്ന് ചോദിച്ചാൽ അത് പ്രവാസികളാണ് എന്ന് നമുക്ക് ഒരു മടിയുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു സംശയവും കാര്യത്തിലില്ല. നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഞാനൊരു പ്രസംഗം വളരെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 10-15 മിനിറ്റിനകത്ത് നിർത്താവുന്ന രൂപത്തിൽ നിങ്ങൾക്കറിയാം രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം. നമ്മുടെ നാടിനെ എങ്ങനെയാണ് ഒരു മതരാജ്യമാക്കി മാറ്റാൻ കഴിയുക, അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആരംഭിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുക. എന്തുകൊണ്ട് നമ്മുടെ നാട് ഇന്ന് അങ്ങനെ ഏകപക്ഷീയമായി കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നില്ല ഇപ്പോൾ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 100-ലധികം സീറ്റ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത്. ഒരു സംശയം വേണ്ട. BJP പറഞ്ഞതുപോലെ 400 സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് പോലും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയം, ഈ നാട് എന്തിന് ഒരു മതരാജ്യമാവുന്നു എന്നതായിരിക്കും. ഒരു സംശയവും കാര്യത്തിലില്ല. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ ഒരു നാടിനെ മാറ്റുകയല്ല. ആ പ്രക്രിയ പല രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് ചരിത്രം മാറ്റി എഴുതുക. ചരിത്രത്തിൽ നിന്ന്
ദേശീയ നേതാക്കന്മാരെ മുഴുവൻ അടർത്തി മാറ്റുക, നെഹ്റുവിനെ അടർത്തി മാറ്റുക. ഞാൻ പല പ്രാവശ്യം നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം സംസാരിച്ചെന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുക. ഒറീസയിലെ ചോദ്യപേപ്പറിൽ, സർക്കാർ അച്ചടിച്ച ചോദ്യപേപ്പറിൽ, ഒറീസയിലെ ചോദ്യപേപ്പറിൽ കുട്ടികളോട് ചോദിക്കുന്നത് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ഗുജറാത്തിലെ ജില്ലാ പരിഷത്ത് നടത്തുന്ന പ്രസംഗ മത്സരത്തിൻ്റെ വിഷയം എങ്ങനെ നമുക്ക് നാഥൂറാം ഗോഡ്സെയെപ്പോലെ ഒരു മഹാനാവാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, നമുക്കറിയാം, വീണ്ടും വീണ്ടും പിടഞ്ഞു മരിച്ച മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും നിറയൊഴിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്. ചരിത്രം മുഴുവൻ മാറ്റിമറിക്കുക. ചരിത്രം മാറ്റിമറിക്കുക മാത്രമല്ല, ഒരു ഭാഗത്ത് ചരിത്രത്തെ മാറ്റിമറിക്കുന്നു, പാഠപുസ്തകങ്ങൾ മാറ്റിമറിക്കുക. എന്തിനാ? ഇനി കുട്ടികൾ ഗാന്ധിയെക്കുറിച്ച് പഠിക്കാൻ പാടില്ല, ഇനി കുട്ടികൾ നെഹ്റുവിനെക്കുറിച്ച് അറിയാൻ പാടില്ല, ഇനി കുട്ടികൾ അബുൽ കലാം ആസാദിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാൻ പാടില്ല. ഒരു 4-5 തലമുറ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും, ഒരു സംശയം വേണ്ട, ആരാണ് ഗാന്ധി എന്ന് നമ്മളോട് ചോദിക്കും, ആരാണ് നെഹ്റു എന്ന് നമ്മോട് ചോദിക്കും. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ബോധ നിലവാരത്തെ കൊണ്ടുപോവുക എന്നതാണ് ഇന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ, അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം. ഒന്ന് ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക, കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം മാറ്റി എഴുതുക, അതിനുവേണ്ടി സിനിമകൾ നിർമ്മിക്കുക. 10 സിനിമകൾ, ഒരു സിനിമയ്ക്ക് 350 കോടി രൂപ ചെലവഴിച്ച് 10 സിനിമകൾ RSS ഉണ്ടാക്കിയത്. 10 സിനിമകൾ. ഒരു സിനിമയുടെ പേര് JNU, ഒരു സിനിമയുടെ പേരിൽ വീര സവർക്കർ, ഒരു സിനിമയുടെ പേര് ആർട്ടിക്കിൾ 370, ഒരു സിനിമയുടെ പേര് ഗോദ്ര, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഈ പറയുന്ന പച്ചയായ വർഗീയത മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ കഴിയും? ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട്, പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട്, സിനിമ നിർമ്മിച്ചുകൊണ്ട്, ഏതൊക്കെ മേഖലയിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പച്ചയായ വർഗീയത മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുക എന്ന് ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച്, നമ്മൾ ചരിത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയണം. ഇത് രാജ്യത്തിൻ്റെ അവസ്ഥ. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, എവിടെ സ്ഥലത്തിൻ്റെ പേരുകൾ മാറ്റുക. ഓരോ സ്ഥലം നമുക്കറിയാം. അലഹബാദ് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. അലഹബാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നെഹ്റുവിൻ്റെ തറവാടുണ്ടായിരുന്ന സ്ഥലമാണ് അലഹബാദ്. അലഹബാദിലെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് അലഹബാദിലെ മുനിസിപ്പൽ ചെയർമാനായിക്കൊണ്ടാണ്. ആ അലഹബാദ് ഇന്നില്ല. അലഹബാദിൻ്റെ പേര് മാറ്റി പ്രയാഗ് രാജ്. ഇന്ന് ഫൈസാബാദ് ഇല്ല, ഫൈസാബാദിൻ്റെ പേര് മാറ്റി. ഫൈസാബാദിൻ്റെ പേര് ഇന്ന് അയോധ്യ. മാത്രമല്ല, ഓരോ സ്ഥലങ്ങളുടെയും പേര് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ സുരേന്ദ്രൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി, വയനാട് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ അവിടെ പറഞ്ഞൊരു വാഗ്ദാനം എന്താണെന്ന് ചോദിച്ചാൽ, സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും. എന്താണ് പേര്? ഗണപതി വട്ടം എന്നാക്കും. രാജ്യത്തിൻ്റെ പേര്, നാടിൻ്റെ പേര്, ചരിത്രം, പാഠപുസ്തകങ്ങൾ, സിനിമകൾ നിർമ്മിക്കുക. എവിടെയൊക്കെ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് കോൺഗ്രസ്സിന് 105 സീറ്റ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ഒരു മതേതര രാജ്യമായി തുടരുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയണം. മാത്രമല്ല, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയില്ലേ, ഇന്ത്യയുടെ ഭരണഘടന പിറന്നു വീണപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല. ഭരണഘടന പിറന്നു വീഴുന്ന ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം RSSൻ്റെ ഓർഗനൈസർ എന്ന് പറയുന്ന പത്രത്തിൽ കൃത്യമായി എഡിറ്റോറിയൽ എഴുതി, ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല. ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഓർഗനൈസറിൽ, RSSൻ്റെ ഓർഗനൈസറിൽ എഴുതി, ഇത് ഞങ്ങളുടെ പതാകയല്ല, ഈ 3 നിറം ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ നിറം എന്താണെന്നും കൂടി അവർ കൃത്യമായിട്ട് എഴുതി. അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയാം. ഇത് രാജ്യത്തിൻ്റെ സ്ഥിതി. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ഇവിടെ നേരത്തെയുള്ളവരൊക്കെ സൂചിപ്പിച്ചു. ബഷീർ അലി തങ്ങൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ നിലമ്പൂരുള്ള നിയോയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, നിലമ്പൂരിലുണ്ടായൊരനുഭവം.
ഞങ്ങളുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ രാമകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ സ്വന്തം 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ട്രൗസർ തീരുമാനമെടുത്തതാണ്, അലക്കാനെടുത്തതാണ്. ആ ട്രൗസറിൻ്റെ പോക്കറ്റിൽ അതിൽ നിന്ന് ഒരു വെളുത്ത പൊടി കിട്ടി. ഇത് ഉമ്മാക്ക് ഇതെന്താ അറിയില്ല. ഉമ്മ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അവസാനം പോലീസ് വന്ന് പൊടിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് MDMA. 10 രൂപ പോലും സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ കൊടുക്കാനില്ലാത്ത ഉമ്മ. ആ വീടിൻ്റെ അവസ്ഥ അതാ. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഉമ്മ. ആ ഉമ്മയുടെ മകൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത് 10,000-ഓളം രൂപ വില വരുന്ന MDMA. ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ചെന്നെത്തുന്നത് എവിടെയാണെന്നറിയോ? ഈ കുട്ടി 8ാം ക്ലാസ് മുതൽ ഈ മാഫിയ അതിനുവേണ്ടി ഉപയോഗിച്ചു കൊണ്ടുപോരുക. ആദ്യം ഈ കുട്ടിക്കൊന്ന് മണപ്പിച്ചു കൊടുത്തു, പിന്നീട് കുട്ടിക്കത് കിട്ടിയേ പറ്റൂ. പിന്നീട് അവനുമായിട്ടുള്ള കരാറെന്തെന്ന് ചോദിച്ചാൽ, നിനക്ക് ഉപയോഗിക്കാനുള്ളത് തരാം, പക്ഷേ ഞങ്ങൾ പറയുന്ന സാധനം നീ പറയുന്ന സ്ഥലത്ത് എത്തിക്കണം. ഇവൻ്റെ കൂലി ഇവന് ഉപയോഗിക്കാനുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കുക. 9ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഇവൻ അതിൻ്റെ ഗുണഭോക്താവായി എന്ന് മാത്രമല്ല, ഇവൻ അതിൻ്റെ വാഹകനായി എന്ന് മാത്രമല്ല, ഇവൻ അതിൻ്റെ വിതരണക്കാരനായി എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയും നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ MDMA ഇഷ്ടം പോലെ ലഭിക്കുന്നൊരു സാഹചര്യം. ഇവിടെ 5 ഗ്രാം പിടിച്ചത്, 10 ഗ്രാം പിടിച്ചത്, 20 ഗ്രാം പിടിച്ചതൊക്കെയാണ് വലിയ വാർത്തയായി വരുന്നത്. ഒരു ദിവസം കേരളത്തിൽ ടൺ കണക്കിന് MDMA ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ എത്ര കിലോ സാധനം വരേണ്ടി വരും ഒരു ദിവസം? അപ്പോൾ എത്ര സാധനം വരേണ്ടി വരും? എന്തുകൊണ്ട് ഈ കൺസൈൻമെൻറ്റ് പിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല? 5 ഗ്രാമും 10 ഗ്രാമും പിടിക്കുന്നവർക്ക് ടൺ കണക്കിന് വരുന്ന സാധനങ്ങൾ പിടിക്കാനുള്ള റിസോഴ്സ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ് കേരളം. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 1980കളിലെ മണിച്ചൻ്റെ ഡയറി പരിശോധിച്ചാൽ നമുക്കറിയാം. ആ ഡയറിയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക്, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞാൻ കൊടുക്കുന്ന മാസപ്പടിയുടെ കണക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിദേശ മദ്യ ഷാപ്പുകളുടെ കയ്യിൽ നിന്ന്, അതല്ലെങ്കിൽ കള്ളുഷാപ്പുകാരൻ്റെ കയ്യിൽ നിന്നാണ് മാസപ്പടി വാങ്ങിച്ചതെങ്കിൽ, കേരളത്തിലേക്ക് ബാംഗ്ലൂർ വഴി കൊച്ചിയുടെ തുറമുഖത്തിലൂടെ കേരളത്തിലേക്ക് ഓരോ ദിവസം വരുന്ന ടൺ കണക്കിന് MDMAയുടെ രാസലഹരിയുടെ മാഫിയ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് മാസം തോറും വലിയ സംഖ്യ മാസപ്പടി പറ്റുന്ന പാർട്ടി ഇന്ന് കേരളത്തിൽ ഭരിക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും അറിയണം. ഇപ്പോൾ ഇവിടെ നേരത്തെ ബഷീർ അലി തങ്ങൾ തന്നെ സൂചിപ്പിച്ചു പോളിടെക്നിക്കിൻ്റെ കളമശ്ശേരിയിലെ സ്ഥിതി. SFIക്കാർ കഞ്ചാവ് വലിക്കുകയും വിൽപ്പന നടത്തുകയും മാത്രമല്ല, ത്രാസൊക്കെ കിട്ടുന്നത് തൂക്കിക്കൊടുക്കാനുള്ള ത്രാസ് കോളേജ് ഹോസ്റ്റൽ ഭരിക്കുന്നത് ആരാ? SFI ആണ്. കോളേജ് പ്രിൻസിപ്പളിനെ തീരുമാനിക്കുന്നത് ആരാ? SFI ആണ്. കോളേജിൽ അധ്യാപകർ ചോദ്യം ചെയ്താലുള്ള അവസ്ഥ എന്താ? ഈ രാസലഹരിയെക്കുറിച്ച് പറയുന്നത് ന്യൂറോളജിസ്റ്റ് തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ സുഹൃത്തായ ന്യൂറോളജിസ്റ്റോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയും. ഡോപ്പമിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾ പ്രചോദിപ്പിക്കുന്ന ഈ ഡോപ്പമിനാണ്. ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്ത് അധമ വ്യായാമവും നമുക്ക് നടത്താൻ പറ്റും, നമുക്ക് ആനന്ദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. സ്വന്തം ഉമ്മയെ നമുക്ക് വെട്ടി നുറുക്കി കൊല്ലണമെങ്കിൽ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ അതേസമയം തന്നെ ഈ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴും നമുക്ക് വിവേകം തരുന്നുണ്ട് തലച്ചോറിൻ്റെ മുൻഭാഗം. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് പറയുക. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, തലച്ചോറിൻ്റെ മുൻഭാഗം. അതാണ് നമുക്ക് വിവേകം തരുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട, നമ്മൾ നിയന്ത്രിക്കുന്നത്, എടുത്തുചാട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ നിയന്ത്രിക്കുന്നത്. ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെ നിയന്ത്രിക്കുന്ന, നമുക്ക് വിവേകം തരുന്ന, നമുക്ക് വിചാരം തരുന്ന, നമുക്ക് വിവേചന ശക്തി തരുന്ന ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ക്ഷയിപ്പിക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് തോന്നിവാസവും ചിരിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടി നുറുക്കി കൊല്ലാൻ വരെ നമുക്ക് കഴിയുന്ന അതിഭീകരമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഇന്ന് രാജ്യത്ത് ലോകത്ത് കണ്ടുപിടിച്ച ഏറ്റവും മാരകമായ ഇതുപോലുള്ള ഒരു രാസവിഷം മറ്റൊന്നില്ല എന്നതായ യാഥാർത്ഥ്യം. ഇതാണ് 8ാം ക്ലാസ്സിലെ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് എത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറവ് 14ാമത്തെ സ്ഥാനമാണ് നമ്മളത്. എന്തിൽ? രാസലഹരിയുടെ ഉപഭോഗത്തിൽ മാത്രമല്ല, കേസുകൾ രജിസ്റ്റർ ചെയ്ത എണ്ണത്തിലും നമ്മൾ 14ാം സ്ഥാനത്ത്. ഇപ്പോഴോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കേസ് രജിസ്റ്റർ ചെയ്യുന്ന, മയക്കുമരുന്നിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന 1ാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സാക്ഷര സുന്ദര കേരളമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നത്? നിങ്ങൾക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമുണ്ടാക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ 10 കോടി ഞങ്ങൾ ചെലവഴിക്കും, 100 നിയോജക മണ്ഡലത്തിൽ 10 കോടി ചെലവഴിച്ച് ഞങ്ങൾ പിടിക്കും. അതിനുള്ള കാശ് അവർക്കുണ്ട്. ഇനിയും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇപ്പോൾ എലപ്പള്ളി പഞ്ചായത്ത് പാലക്കാടില്ലേ, പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്താ? മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വേണം മയ്യത്ത് കുളിപ്പിക്കാൻ. ജനുവരി മാസം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത പാലക്കാട്ടെ എലപ്പള്ളി പഞ്ചായത്തിൽ അവിടെ ഒരു പുതിയ ഫാക്ടറി വരുന്നു. എന്ത് ഫാക്ടറിയാ? മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി. ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി. ഏതാണ് ഈ പാലക്കാട് ജില്ല? വലിയ മൾട്ടിനേഷണൽ കമ്പനിയായ കൊക്കോ കൊലക്കാരെ ആട്ടി ഓടിച്ച ആ പാലക്കാട് ജില്ലയിൽ അതിന് മുന്നിൽ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് അധികാരം ലഭിച്ചപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവരുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറിക്ക് ലൈസൻസ് നൽകുന്നു. എന്താ അവർക്ക് വേണ്ടത്? അവർക്ക് വേണ്ടത് കാശ്, മറ്റൊന്നുമല്ല. ആശാ വോളണ്ടിയർമാർക്ക് കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ കാശില്ല. 6 മാസമായി പിരിഞ്ഞുപോയ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനില്ല. അവർക്ക് പിരിഞ്ഞു പോകുന്നതിൻ്റെ അലവൻസ് കൊടുത്തിട്ടില്ല, കാശില്ല എന്ന് പറയുന്നു. 1,60,000 രൂപ ശമ്പളം വാങ്ങുന്ന PSC മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, 1,80,000 കൂട്ടിക്കൊടുക്കുന്നു. ഇപ്പോൾ PSC മെമ്പർമാരുടെ ശമ്പളം 3,25,000. നിങ്ങൾ ആലോചിക്കുക, 6 കൊല്ലം ഒരു PSC മെമ്പറായിരുന്നാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ലഭിക്കുന്ന പെൻഷൻ 1,24,000 രൂപ. അതിന് സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ട്. എന്താ സർക്കാരിൻ്റെ പ്രയോറിറ്റി? നിങ്ങൾക്കറിയാലോ, ഇവിടെ KMCCയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 35 കോടി രൂപ ശേഖരിച്ചു വെച്ചു. എന്തിനു വേണ്ടിയാ? ചൂരൽമലക്ക്. കോൺഗ്രസ് ഉണ്ടാക്കി 6-7 കോടി രൂപ. എത്ര കാശ് ഇവിടെയുണ്ട്? 800 കോടി രൂപ നമ്മൾ സർക്കാരിന് കൊടുത്തു. നമ്മൾ എന്തിനു കൊടുത്തതാ? ചൂരൽമല മുണ്ടക്കയിലെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ. എന്ത് ചെയ്തു? ആദ്യം ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ് വീടിന് 30 ലക്ഷം. നിങ്ങൾ ആലോചിക്കുക, മയ്യത്തിന് 50,000 രൂപ ചെലവെഴുതിയ ഒരു സർക്കാർ. എന്നിട്ട് ഈ കാശ് എന്ത് ചെയ്തു? എന്ത് ചെയ്യുന്നു? അവസാനം മുസ്ലിം ലീഗ് തീരുമാനിക്കും, ഞങ്ങൾ സ്വന്തം സ്ഥലമെടുത്ത് ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാം, വീട് നിർമ്മിച്ച് കൊടുക്കാൻ പോവുക തീരുമാനിക്കുക. സ്ഥലമെങ്കിലും കൊടുക്കണ്ടേ? സർക്കാരൊന്നും മെനക്കെടണ്ട. സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ എത്ര ഏജൻസി ഉണ്ട്? എത്ര പേർക്ക് വീട് വേണ്ടത്? അവിടെ ഭീകരമായ ഒരവസ്ഥാവിശേഷം നിലനിൽക്കുക. ഏതു മേഖല നിങ്ങൾ എടുത്തു നോക്കിക്കോ, സർക്കാരിൻ്റെ ഈ എല്ലാം വർദ്ധിപ്പിച്ചു. ഇപ്പം CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടന്ന് പിണറായി വിജയൻ ഒരു പുതിയ നയരേഖ അവതരിപ്പിച്ചു. എന്താ നയരേഖയിലെ പ്രധാനം? ഇനി നമ്മൾ പടച്ചുകൊണ്ടിരിക്കുന്ന നികുതിക്ക് മുകളിൽ എങ്ങനെ നമുക്ക് പുതിയ നികുതി കൊണ്ടുവരാം? അതല്ലേ പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖ, പുതിയ നികുതി കൊണ്ടുവരുന്നതിനെ കുറിച്ച്. CPM BJPയെ കുറിച്ചെടുത്ത തീരുമാനം എന്താ? BJP ഒരു ക്ലാസിക്കൽ ഫാസിസ്റ്റ് അല്ല. BJP ഇന്ന് CPM എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രം, കേരളത്തിൽ ഉള്ള ഭരണം നിലനിർത്തണം, പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കണം. അതിന് എന്തു വിട്ടുവീഴ്ചക്കും അവർ തയ്യാർ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
എന്നത് ഇന്ന് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ അതിനെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഏറ്റെടുത്ത് നമ്മൾ സജ്ജരാവുക. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇതുവരെ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർക്ക് അത് വേണ്ടത്ര മനസ്സിലായില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുക. പക്ഷേ എല്ലാം ഒരുമിച്ച് നിന്ന് അത് നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഭരണം ഒരിക്കലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടില്ല എന്ന് കൃത്യമായി അതിന് തീരുമാനമെടുത്ത് ഡൽഹിയിൽ കൂടി അതിന് കൃത്യമായ ധാരണയുണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നമ്മളെ സംബന്ധിച്ചോളം നേതാക്കന്മാർ കുറേ ഉണ്ട്. ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്താ സ്ഥിതി? പിണറായി വിജയന് ശേഷം ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ രണ്ടാളെ പേര് പറയാനുണ്ടോ? CPM-ന് 2 പേരെ പേര് പറയാൻ പറ്റുമോ? നേരെ വച്ച് കോൺഗ്രസ്സിന് എത്ര പേര് പറയാൻ പറ്റും? ജനങ്ങൾക്ക് പരിചയമുള്ള, ജനങ്ങൾക്ക് വിശ്വാസമുള്ള എത്ര നേതാക്കന്മാരുടെ പേര് നമുക്ക് പറയാൻ പറ്റും? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ അതിന് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ശുഭസൂചനകൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ സ്ഥിതി എന്താ? നല്ല ഭൂരിപക്ഷത്തിനല്ലേ നമ്മൾ ജയിച്ച്? നമ്മൾ പുതുപ്പള്ളി പിടിച്ചെടുത്തത് 37,000 വോട്ടിനപ്പുറത്ത് പോയി. നമ്മൾ അതേപോലെ തന്നെ PT തോമസ് തൃക്കാക്കര നമുക്ക് പിടിച്ചെടുത്തത് വലിയ ഭൂരിപക്ഷത്തിന്. പാലക്കാട് നമ്മൾ അത്ഭുതപ്പെടുത്തി. ആരെങ്കിലും വിചാരിച്ചോ 18,000 വോട്ട് 3,000 ചില്ലാനം 2,000 ചില്ലാനം വോട്ടിന് മാത്രം ജയിച്ച പാലക്കാട് 18,000 വോട്ടിലേക്ക് വർദ്ധിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും നമ്മൾ ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ 4, 5, 10 സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് റിസൾട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന എന്താ? ഇനി നമ്മളൊന്ന് മെനക്കെട്ടാൽ, നമ്മളൊന്ന് ഒരുമിച്ച് നിന്നാൽ ഒരു സംശയം വേണ്ട, വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഒന്ന് പറയാനുള്ളത്, ഈ ജനുവരി 25-ന് 18 വയസ്സ് തികഞ്ഞ മുഴുവൻ നിങ്ങളുടെ വീടുകളിലെ, നിങ്ങളുടെ കുടുംബങ്ങളിലെ, നിങ്ങളുടെ അയൽപക്കങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും വോട്ട് ചേർക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കണം. ഇപ്പം പ്രത്യേകിച്ചും നിലമ്പൂർക്കാരോട് എനിക്ക് പറയാനുള്ളത്, അതിനുവേണ്ടിയ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽപക്കത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ട് ചേർത്താൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ കുറച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. 2026 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പം നമുക്ക് ചേർക്കാനുള്ളൊരവസരമാണ്. അത് പരമാവധി ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ 18 വയസ്സ്, ഈ ജനുവരി 25 1-ാം തീയതി, ജനുവരി 1-ാം തീയതിയിലേക്ക് 18 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ട് ചേർക്കാൻ അതിനുവേണ്ട ഒരു സംവിധാനം മൊബൈലിൽ തന്നെ ഈസി ആയിട്ട് ചേർക്കാൻ പറ്റും. 4 മിനിറ്റ് മതി ഒരു വോട്ട് ചേർക്കാൻ. ഇപ്പോൾ മാത്രമല്ല, വോട്ട് ചേർത്താൽ തന്നെ ആ വോട്ട് അംഗീകരിച്ചോ എന്ന് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടി ഇപ്പം ഈ സൈറ്റിലുണ്ട്, വളരെ കൃത്യമായി. അതും കൂടി നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് പറ്റാവുന്ന സംവിധാനമുണ്ട്. അതിൻ്റെ നിർദ്ദേശം നിങ്ങളുടെ വീടുകളിലേക്ക് നിർബന്ധമായും നിങ്ങൾ കൊടുക്കണമെന്നാണ്. പിന്നെ നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ പലരും സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ രൂപത്തിലൊക്കെ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സ്ഥാനാർത്ഥിയെ നമ്മളല്ല തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥിയെ OICCക്കും തീരുമാനിക്കാൻ പറ്റില്ല. അതിന് പാർട്ടി സംവിധാനമുണ്ട്. അത് സമയത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ നിസ്സീമമായ പിന്തുണയും സഹകരണവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ, UDFൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഇത് നമുക്കൊരു സെമി ഫൈനലാണ് നിലമ്പൂരിൽ. കാരണം 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മളിപ്പോൾ കുറേ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു. പാലക്കാട് നമ്മൾ വിജയിച്ചു, ഭൂരിപക്ഷം നമുക്ക് വർദ്ധിച്ചു. പക്ഷേ നമ്മളെ സീറ്റ് തന്നെയാണ്. തൃക്കാക്കര നമുക്ക് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചു, 25,000-ന് മുകളിൽ. പക്ഷേ നമ്മുടെ സീറ്റ് തന്നെയായിരുന്നു. പുതുപ്പള്ളി നമുക്ക് ഉമ്മൻചാണ്ടിയേക്കാളും വലിയ ഭൂരിപക്ഷത്തിന് നമുക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അത് നമ്മുടെ സീറ്റ് തന്നെയായിരുന്നു. ഇവിടെ നിലമ്പൂരുള്ള ഗുണം ഇടതുപക്ഷത്തിൻ്റെ ഒരു സീറ്റ് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഭരണത്തിനെതിരെയുള്ള ഒരു കൃത്യമായ ഒരു വെളിപാടാണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. ആ ഒരു പ്രാധാന്യം നിലമ്പൂരിനുണ്ട്.
നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. പക്ഷേ നിലമ്പൂരുകാർ മാത്രം പോരാ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ മന്ത്രിമാർ ഇറങ്ങി ബൂത്ത് തലങ്ങളിൽ അവർ ഇറങ്ങും, ഒരു സംശയമില്ല. അവരുടെ പ്രസ്റ്റേജ് മത്സരമാണ്. അവർക്ക് എങ്ങനെയും നിലമ്പൂരെ നിലനിർത്താൻ വേണ്ടി അത്ര ഈസിയൊന്നുമല്ല, നിലനിർത്താൻ വേണ്ടി അവർ പോരാടും. ബൂത്ത് തലങ്ങളിൽ മന്ത്രിമാരിറങ്ങും, അവിടെ എം പിമാരിറങ്ങും, അവിടെ MLA മാരിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ നിലമ്പൂരുകാർ മാത്രം മതിയാവില്ല. നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കൂ. അതും കൂടി നിങ്ങൾ മനസ്സിൽ കാണണം. അതത്ര ഈസി ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അതേസമയം ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലമ്പൂരിലുണ്ട്, എല്ലാ സാഹചര്യവും ഉണ്ട് നിലമ്പൂരിൽ. കാരണം കഴിഞ്ഞ 37 വർഷമായി ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പോലും 2016 ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ നിലച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, UDF ഭരണത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി നിലനിൽക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ, ബൈപ്പാസ് ആണെങ്കിൽ, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ, ആശുപത്രിയാണെങ്കിൽ, നിരവധി കാര്യങ്ങൾ. ഞാൻ നിലമ്പൂർക്കാരിൽ എല്ലാവരും ഉണ്ടായതുകൊണ്ട് പ്രാദേശിക നിലമ്പൂർക്കാർക്ക് ഇത് കുറച്ചുകൂടി ഹൃദ്യമായിരിക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോഴും നിലമ്പൂരിൽ നിങ്ങൾക്കറിയാം, 2018-19 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൻ്റെ ഉള്ളിൽ കഴിയുക. 300 ചില്ലാനം. ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ എത്ര സമയം നമുക്ക് നിൽക്കാൻ പറ്റും? ഒരു മരിച്ച വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ പ്ലാസ്റ്റിക്കാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നമ്മൾ നിൽക്കുമോ? 10 മിനിറ്റ് നിൽക്കില്ല. 6 കൊല്ലമായി നിലമ്പൂരിലെ ആദിവാസികൾ, വീട് നഷ്ടപ്പെട്ടവർ, കിടപ്പാടം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റുള്ളിൽ കഴിയുക. നിങ്ങൾ OICC ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ കാലത്ത് വലിയ സഹായങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ഞങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി ദിവസങ്ങളോളം നിന്നു, ഭക്ഷണമില്ലാതെ നിന്നു, വസ്ത്രമില്ലാതെ നിന്നു, വീടില്ലാതെ നിന്നു. എല്ലാം നഷ്ടപ്പെട്ടവരായി നിലമ്പൂർ ദിവസങ്ങളോളം നിലച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ അവിടെ ഓടിയെത്തി ഞങ്ങളെ സഹായിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നു ഈ മലപ്പുറം ജില്ലയിലുള്ള OICC ജില്ലാ കമ്മിറ്റി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. KMCC മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഇവരെ രണ്ടുപേരെയും എങ്ങനെയും അഭിനന്ദിക്കേണ്ടത് എന്നെനിക്കറിയില്ല. മാത്രമല്ല, അത് കഴിഞ്ഞു വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ അതിലും ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. കോവിഡ് കാലത്തും ഏറ്റവും വലിയ സഹായം ചെയ്തു. മാത്രമല്ല, അവസാനം കോവിഡ് കാലത്ത് ഒരൊറ്റ പ്രഖ്യാപന സർക്കാർ, ഇനി ക്ലാസ് ഓൺലൈനിലാണ്. എങ്ങനെ ഓൺലൈൻ? വാട്സപ്പിലാണ് ക്ലാസ്. ഈ ആദിവാസി കുട്ടിക്ക് എന്ത് വാട്സപ്പ്? വീട്ടിൽ ഫോൺ ഉണ്ടായിട്ട് വേണ്ടേ വാട്സപ്പ്? അവസാനം 500ഓളം ഫോണുകൾ വിതരണം ചെയ്തു. അതിനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജിദ്ദ മലപ്പുറം ജില്ലാ OICC കമ്മിറ്റിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അങ്ങനെ നിരവധി സഹായഹസ്തങ്ങൾ നിലമ്പൂരിലേക്ക് നിങ്ങൾ നീട്ടിയിട്ടുണ്ട്. ഇനിയും അതുണ്ടാവണം. നിലമ്പൂർ നമുക്ക് തിരിച്ചു പിടിക്കണം, യാതൊരു സംശയവുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആര്യാടൻ മുഹമ്മദിനെ എന്ന് പറയുന്ന നമ്മുടെ നേതാവിനോട് ചെയ്യാൻ നമുക്ക് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തോട് പ്രതിപത്തി ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഇതാ നിലമ്പൂർ തിരിച്ചു പിടിച്ചു എന്ന സന്തോഷ വാർത്തയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിക്കുന്നത് അത് കേട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ OICC നടത്തിയ കുറേ നല്ല പ്രവർത്തനങ്ങൾ, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും കഴിയണം. ഈ പുതിയ ജില്ലാ കമ്മിറ്റിയെ, ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഹുസൈനുമായി ഞാൻ വീട്ടിൽ കണ്ട് സംസാരിച്ചിരുന്നു. എന്തായാലും നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ജില്ലാ കമ്മിറ്റിയെ ഞാൻ 14-ാം തീയതി നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷേ ഉണ്ടായത് മലപ്പുറത്ത് KC വേണുഗോപാലും KPCC പ്രസിഡന്റ് K സുധാകരനും പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മുഴുവൻ വാർഡ് പ്രസിഡന്റുമാരുടെയും സമ്മേളനം, അതിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് എൻ്റെ പരിപാടിക്ക് മാറ്റം ഉണ്ടായത്. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ചും എനിക്കവിടെയുണ്ട് നിയോയുടെ ഒരു വലിയ പരിപാടി നിലമ്പൂർ. ഒരു വലിയ അഭിമാനം തോന്നുക. നിലമ്പൂരിലെ എല്ലാ മനുഷ്യരും പ്രവാസികൾ, ജിദ്ദയിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, രാഷ്ട്രീയ ഭേദമന്യേ, മതജാതി ഭേദമന്യേ
എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പുണ്യനാളിൽ ഈ പുണ്യഗ്രന്ഥം ഇറങ്ങിത്തന്ന ഈ പുണ്യനിലാവുകളിൽ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ ഈ പുണ്യഭൂമിയിൽ ഈ നിലമ്പൂരിലെ മുഴുവൻ ആളുകളോടൊത്ത് ഇന്ന് ഇത് പങ്കെടുക്കാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരിക്കലും വിവരിക്കാനോ വർണ്ണിക്കാനോ അതിനപ്പുറത്ത് വാക്കുകളില്ല. അത്രമാത്രം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാനിവിടെ വാസ്തവത്തിൽ ഒരു വലിയ പരിപാടിക്ക് വേണ്ടി വന്നതല്ല. ഞാൻ എന്തായാലും ഉമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തായാലും ഈ വർഷം നീ ഉംറ ചെയ്യണം എന്നൊരു വാക്ക് ഉമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും അത് നോമ്പ് കാലത്ത് പോകണം എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ ഞാനത് അല്ലെങ്കിലും ഞാനും മനസ്സിൽ കരുതിയത്. അങ്ങനെയാണ് ഞാൻ ഉംറയ്ക്ക് വേണ്ടി വരാൻ തീരുമാനിച്ചത്. ആ ഉംറയാണ് എൻ്റെ ഉദ്ദേശം. അതിന് വന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപാടിയിൽ പരമാവധി നമ്മുടെ ആളുകളെ കാണുക എന്നത് മാത്രമാണ്. നമ്മുടെ നിലമ്പൂർക്കാരെ എല്ലാവരെയും കണ്ട് സന്തോഷം പങ്കിടുക എന്നത് തന്നെയാണ് ഉദ്ദേശം. ഇവിടെ നാളെ കൂടി ഇവിടെ ഉണ്ടാവും. എന്തായാലും ഈ നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇനിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അന്ന് പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം, ഈ ദുബായിൽ വന്ന് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം എന്താണ്, 6 മാസം നിങ്ങൾക്കിവിടെ ജോലി നഷ്ടപ്പെട്ടാൽ അടുത്തൊരു ജോലി ലഭിക്കുന്നത് വരെ തൊഴിൽ നഷ്ട സുരക്ഷാ പദ്ധതി. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടല്ലേ? അതിൻ്റെ പേര് തൊഴിൽ നഷ്ട സുരക്ഷാ പദ്ധതി. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി കേട്ടു, തൊഴിൽ നഷ്ട സുരക്ഷാ പദ്ധതി. അതിന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അടുത്തൊരു ജോലി കിട്ടുന്നത് വരെ. അപ്പോൾ ആ നഷ്ടപ്പെടുന്ന ദിവസത്തെ വേതനം ആര് തരിക? സർക്കാർ തരിക. ആ ആശാ വളണ്ടിയർമാർക്ക് പൈസ കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലെ കഞ്ഞി വെക്കുന്ന ആയമാരില്ല, കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന സ്കൂളിലെ അവരുടെ ശമ്പളം കൊടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. 6000 രൂപ 7000 രൂപ. ഇപ്പം എന്നിട്ട് മാഷന്മാർ ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ കിട്ടിയേ എനിക്ക് വേണ്ടാറ്. കാരണം എന്താ പറയുക, ഓൻ്റെ ശമ്പളത്തിൽ എടുത്തു കൊടുക്കണം. അരി സാധനം വാങ്ങാൻ വരെ പൈസ കൊടുക്കൂലെന്ന്. പിന്നെ അതിൻ്റെ ശമ്പളമില്ല. ആശാ വളണ്ടിയർമാർക്ക് വേതനമില്ല. അംഗനവാടി ടീച്ചർമാരോട് കടം പറയാം. ഈ പറഞ്ഞ കുടുംബശ്രീക്കാരോട് പറഞ്ഞു, ജനകീയ ഹോട്ടൽ തുടങ്ങിക്കോളൂ, 20 റുപ്യക്ക് നിങ്ങൾ ഊണ് കൊടുക്കുക, 10 റുപ്യ ഞങ്ങൾ തരും, 10 റുപ്യ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കുക. പാവറ്റങ്ങൾ പണ്ടൊക്കെ പണയം വെച്ച് സകല പൈസയും കടം വാങ്ങി ഇദ്ദേഹം തുടങ്ങി. ഇപ്പം അവരോട് പറയാം, അവർക്ക് കോടികൾ കിട്ടാനാ നിലവിളിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കി കൊടുത്തു. എന്താരോ, നിങ്ങൾ 40 റുപ്യക്ക് വിറ്റോളീൻ. അതിപ്പോൾ വില അടുത്ത് കിട്ടിയിട്ട് വേണമല്ലോ. ഓലെന്നോ 50 റുപ്യക്ക് ചോറ് വെക്കാൻ തുടങ്ങിയിട്ട്. അല്ല, അവർക്ക് നിൽക്കണ്ടേ? അല്ലാത്തൊരു പൂട്ടി പോവുകയും ചെയ്തു. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക. ഞാൻ നമ്മുടെ നാട്ടിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്. ഈ റോഡ് പണിയൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ പണിയൊക്കെ എടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഈ ക്ഷേമനിധിയിൽ അടക്കണം. ആ ക്ഷേമനിധിയിൽ അടച്ചാൽ സർക്കാർ ഒരു പൈസ അടക്കണം. ഇപ്പം സർക്കാർ അടക്കുന്നില്ല. ഇവരടച്ച പൈസ, UDF ഗവൺമെൻറ് ഇവരുടെ വിഹിതമായി അടച്ച പൈസ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 843 കോടി റുപ്യുണ്ട്. ഈ 843 കോടി റുപ്യ ഇപ്പം തരാറിനിട്ട് സർക്കാർ വാങ്ങിയതാണ് 2021. ഇപ്പോൾ പൈസയില്ല, പലിശയില്ല, പെൻഷനുമില്ല, വിദ്യാഭ്യാസാനുകൂല്യമില്ല, ഒന്നുമില്ല ഈ പാവങ്ങൾക്ക്. 2021 ശേഷം നിങ്ങൾ ആലോചിക്കുക, ഒരു സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത്, പാവങ്ങളെ സർക്കാർ ജനങ്ങളോട് ചെയ്യുന്ന 843 കോടി റുപ്യ. ഇപ്പം VD സതീശൻ മിനിഞ്ഞാന്ന് കണ്ടപ്പോൾ പറഞ്ഞു, 2350 കോടി രൂപ സർക്കാർ ക്ഷേമനിധിയിൽ നിന്ന് എടുത്ത പൈസ. ആ പൈസൻ്റെ കണക്ക് അതിനേക്കാളും വലിയ കോടിയാണ് ഈ പറയുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പാടണം. എവിടുന്ന് എടുത്തു കൊടുക്കാനാണ് സാർ? എന്താ ഇവരിതൊക്കെ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ആശുപത്രി ചെന്നാൽ മരുന്നില്ല, പുറത്തേക്ക് എഴുതി തരിക. കാരണം എന്താരോ, 700 കോടി റുപ്യ മരുന്ന് വാങ്ങിയവർക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ടില്ല. പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും നാട്ടിൽ നിന്ന് 2 റുപ്യ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങണുണ്ട്. ഇല്ലേ? സെസ് ഇല്ലേ? നമ്മളെവിടെയും പെട്രോൾ പമ്പിൽ കടം പറയില്ലല്ലോ, പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാലോ അത് എന്തിനാ വാങ്ങുന്നത്? നമ്മളോട് പറഞ്ഞ ക്ഷേമനിധി അല്ല, ഇവർക്ക് എന്താ പെൻഷൻ കൊടുക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ. സാമൂഹ്യക്ഷേമ പെൻഷൻ 8 മാസമായിട്ട് പെൻഡിങ്ങാണ്. അത് കടം പറയാം. ഇത് റെഡി കാശ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുക. ഇങ്ങനെ എന്തൊക്കെ രൂപത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ കബളിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്.
ഇപ്പോൾ കാര്യമായിട്ട് പരിപാടി ഈ MDMA, കഞ്ചാവ് വിൽപ്പന, മദ്യ വിൽപ്പന, ലോട്ടറി വിൽപ്പന, അതിൽ നിന്ന് കിട്ടുക, അതെന്ത് പരമാവധി കച്ചവടം ചെയ്ത് കമ്മീഷൻ കിട്ടാൻ പറ്റുമോ അത് വാങ്ങുക എന്നതിനപ്പുറത്ത് ഇന്ന് നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിലെ സാധാരണക്കാരനോട് എന്തെങ്കിലും മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒരു കടുകുമണിയോളം ദയയുണ്ടെങ്കിൽ, കനിവുണ്ടെങ്കിൽ, കാരുണ്യമുണ്ടെങ്കിൽ ഈ ചൂരൽ മലയിലും മുണ്ടക്കൈയിലൊക്കെ ഉള്ള ആളുകളോട് ഇത് ചെയ്യൂ. ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള ഒരവസരം കൂടിയായി നിങ്ങൾ കാണണം. നിങ്ങൾക്ക് നിലമ്പൂർ വന്ന് വോട്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിലമ്പൂർ വോട്ടുള്ളവരെ കൊണ്ട് നിർബന്ധമായും അത് ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു പക്ഷേ ഞങ്ങൾക്കൊന്നും ഇവിടെ വന്ന് വോട്ട് ചോദിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല UDF വേണ്ടി. പക്ഷേ അത് ഇനി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വോട്ട് ഇല്ലെങ്കിലും വോട്ടുണ്ടാക്കി തരാനുള്ള പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന യോഗം സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമ്മുടെ റഷീദ് കെ ഇവിടുണ്ട്, നിയോജിദ്ദയുടെ ഫൗണ്ടറാണ്. നിലമ്പൂർ സദാ സന്നദ്ധമായി മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. UDF ഏറ്റവും കരുത്തനായ ഒരാൾ കൂടിയാണ് റഷീദ് ക ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം നിലമ്പൂർ വന്ന് സജീവ സാന്നിധ്യമായി. സാധാരണ പ്രവാസികളൊക്കെ നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒന്ന് വിശ്രമിക്കും, ഒരു പള്ളി കമ്മിറ്റിയും കുറച്ചെന്തെങ്കിലുമൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും പോരാ. പള്ളി കമ്മിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനപ്പുറത്ത് രാഷ്ട്രീയ സേവനം സദാസന്നദ്ധമായി ഏറ്റെടുത്ത റഷീദ് കെ പോലുള്ള നിരവധി ആളുകൾ ഈ ഇവിടെ സാന്നിധ്യമുണ്ട് എന്നതുകൂടി ഈ ചടങ്ങ് ഏറ്റവും മഹനീയമായി തീർക്കുന്നു. ഈ ജില്ലാ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതപ്പോൾ പറഞ്ഞു തീർത്ത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്ന സമയത്ത് അത് നിന്നപ്പോൾ എന്നോടൊരു കാര്യം എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യത്തിന് മദ്യം പറയുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. അത്രയും ഉപരി പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കാര്യത്തിന് മദ്യം പറയേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഉണ്ടാക്കില്ല. കാരണം എൻ്റെ കൂടെ എല്ലാവരും കിരി പമ്പൊക്കെ ഉണ്ടാവും, പല ജാതി ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൽ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അത് ഞാൻ ഉണ്ടാക്കൂല എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല എനിക്ക് നിങ്ങളത് ഏൽപ്പിച്ചു തന്നാൽ ഒരു സംശയം വേണ്ട, പാർട്ടിക്കും നാടിനും പേരുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മൂപ്പർക്ക് വാക്ക് കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.